ഇടക്കാല സർക്കാർ നീതിയുക്തവും സമാധാനപരവുമായ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കുമെന്ന് ഉറപ്പു നൽകി മുഹമ്മദ് യൂനുസ്. ഈ ക്രിസ്മസിന് എന്ത് ഗിഫ്റ്റ് ചെയ്യും? മൈജിയിലുണ്ടല്ലോ എല്ലാം. ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ്, സ്മോൾ അപ്ലയൻസസ്, ഗ്ലാസ് ആൻഡ് ക്രോക്കറി, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ്, ഡിജിറ്റൽ ആക്സസറീസ്, കൂടുതൽ ഓഫറുകൾ, കുറഞ്ഞ EMI. നേരെ മൈജിയിലേക്ക് പോയപ്പോരെ. ഉസ്മാൻ ഹാദിയുടെ കൊലപാതകത്തെ തുടർന്ന് ബംഗ്ലാദേശിൽ സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇടക്കാല സർക്കാർ തലവൻ മുഹമ്മദ് യൂനുസ് തിങ്കളാഴ്ച US-ന്റെ ഇന്ത്യൻ അംബാസഡറും ദക്ഷിണ മധ്യേഷ്യകൾക്കായുള്ള പ്രത്യേക ദൂതനുമായ സെർജിയോ ഗോറുമായി സംസാരിച്ചു. ഫോൺ കോളിനിടെ തെരഞ്ഞെടുപ്പുകളോടുള്ള തന്റെ പ്രതിബദ്ധത യൂനുസ് ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് വിവരം. അടുത്ത വർഷം ഫെബ്രുവരി 12-ന് അവ കൃത്യസമയത്ത് നടപ്പാക്കുമെന്ന് യൂനുസ് പറഞ്ഞു. ഏകാധിപത്യ സർക്കാരിനെ എടുത്തുകളഞ്ഞ ശേഷം വോട്ടവകാശം തിരിച്ചുപിടിക്കാൻ രാജ്യം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണെന്നും യൂനുസ് പറഞ്ഞു. ഇടക്കാല സർക്കാർ നീതിയുക്തവും സമാധാനപരവുമായ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കുമെന്നും യൂനുസ് ഊന്നി പറഞ്ഞതായി റിപ്പോർട്ടുകളുണ്ട്. ബംഗ്ലാദേശിൽ തിങ്കളാഴ്ച പ്രാദേശിക സമയം വൈകുന്നേരം 7:30 യൂനുസും സെർജിയോ ഗോറും തമ്മിലുള്ള സംഭാഷണം നടന്നത്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലെ ഒരു പോസ്റ്റിൽ യൂനുസ് സംഭാഷണത്തിന്റെ വിശദാംശങ്ങൾ പങ്കുവച്ചു. ബംഗ്ലാദേശും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര താരിഫ് ചർച്ചകൾ, വരാനിരിക്കുന്ന ദേശീയ തെരഞ്ഞെടുപ്പുകൾ, രാജ്യത്തിന്റെ ജനാധിപത്യ പരിവർത്തനം, ഉസ്മാൻ ഹാദിയുടെ കൊലപാതകം എന്നിവ ഉൾപ്പെടുന്ന വിഷയങ്ങൾ അരമണിക്കൂർ നീണ്ട ഫോൺ കോളിൽ ഉൾപ്പെടുന്നുവെന്ന് യൂനുസ് പറഞ്ഞു. പുറത്താക്കപ്പെട്ട പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയും അവരുടെ അനുയായികളും ബംഗ്ലാദേശിൽ അസ്ഥിരത വളർത്തുന്നുവെന്നും യൂനുസ് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കാൻ ഹസീനയുടെ അനുയായികൾ ദശലക്ഷക്കണക്കിന് ഡോളർ ചെലവഴിക്കുന്നുണ്ടെന്നും അതേസമയം അവരുടെ ഒളിച്ചോടിയ നേതാവ് വിദേശത്തു നിന്ന് അക്രമത്തിന് പ്രേരിപ്പിക്കുന്നുണ്ടെന്നും യൂനുസ് ഗോറിയോട് പറഞ്ഞു. തടസ്സപ്പെടുത്താനുള്ള ഏതൊരു ശ്രമത്തെയും നേരിടാൻ ഇടക്കാല ഭരണകൂടം തയ്യാറാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം തെരഞ്ഞെടുപ്പിന് ഏകദേശം 50 ദിവസമുണ്ട്. സ്വതന്ത്രവും നീതിയുക്തവുമായ സമാധാനപരവുമായ ഒരു തെരഞ്ഞെടുപ്പ് നടത്താനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അത് അവിസ്മരണീയമാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നും മുഖ്യ ഉപദേഷ്ടാവ് യൂനുസ് ഗോറിയോട് പറഞ്ഞു. സമീപകാല വ്യാപാര ചർച്ചകളിൽ യൂനുസിന്റെ നേതൃത്വത്തിൽ ഗോർ പ്രശംസിച്ചു. ഉസ്മാൻ ഹാദിയുടെ മരണത്തെ തുടർന്ന് ബംഗ്ലാദേശ് കടുത്ത സംഘർഷം നേരിടുന്ന സമയത്താണ് യൂനുസ് US പ്രതിനിധിയുമായി സംഭാഷണം നടത്തുന്നത്. ഡിസംബർ 12-ന് ഇൻകിലാബ് മഞ്ച് വക്താവ് ഉസ്മാൻ ഹാദിക്ക് വെടിയേറ്റത്. തുടർന്ന് ഡിസംബർ 16 വ്യാഴാഴ്ച സിംഗപ്പൂരിൽ ചികിത്സയിലായിരിക്കെ ഹാദി മരിച്ചു. ഹാദിയുടെ മരണത്തെ തുടർന്ന് നിരവധി അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അതിൽ നിരവധി മാധ്യമ സ്ഥാപനങ്ങൾക്ക് നേരെ ആക്രമണമുണ്ടായി. ചിറ്റഗോങ്ങിലെ ഇന്ത്യൻ അസിസ്റ്റന്റ് കമ്മീഷണറുടെ വീടിന് നേരെയും കല്ലെറിഞ്ഞു. അതേസമയം ഉസ്മാൻ ഹാദിയുടെ ആദർശങ്ങൾ പിന്തുടരുമെന്ന് ബംഗ്ലാദേശ് മുഖ്യ ഉപദേഷ്ടാവ് മുഹമ്മദ് യൂനുസ് കഴിഞ്ഞ ദിവസം ഉറപ്പു നൽകിയിരുന്നു. ശനിയാഴ്ച ഹാദിയുടെ സംസ്കാര ചടങ്ങിലെത്തിയ ആയിരക്കണക്കിന് പേരുടെ ജനക്കൂട്ടത്തെ അഭിസംബോധന ചെയ്ത യൂനുസ് ഹാദിയുടെ സ്വപ്നം സാക്ഷാത്കരിക്കുമെന്നും അത് തലമുറകളിലേക്ക് എത്തിക്കുമെന്നും ഉറപ്പു നൽകിയിരുന്നു. ശക്തമായ ഇന്ത്യ വിരുദ്ധ പ്രസംഗങ്ങൾക്ക് പേരുകെട്ട വ്യക്തിത്വമായിരുന്നു ഹാദി. മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ പുറത്താക്കി 2024 ബംഗ്ലാദേശ് വിദ്യാർത്ഥി പ്രക്ഷോഭത്തിലൂടെയാണ് ഹാദി പ്രശസ്തനായത്. കഴിഞ്ഞ വെള്ളിയാഴ്ച ധാക്കയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിക്കുന്നതിനിടെയാണ് ഹാദിക്ക് വെടിയേറ്റത്. സിംഗപ്പൂരിലെ ഒരു ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കെ അദ്ദേഹം മരിക്കുകയായിരുന്നു. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.